ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. മാനേജർ ഒന്ന് കണ്ടേക്കൂ. ഓക്കെ മാനേജർ സർ. എന്താ വിശേഷാക്ഷി, സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം. $10 രൂപയ്ക്ക് ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മാറുന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. പണത്തെ തിരിട്ടിട്ട് പോയിട്ടോ പണത്തെ തിരിട്ടിട്ട് പോയിട്ടോ. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറ ചെന്നോടുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് മുന്നേ വില വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിച്ച് എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ് SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI ഉമ്മർ എവിടെ? SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SC കുഞ്ഞീഷയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ സോറി സോറി. താരേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില നിൽക്കണോ സാർ? വേണ്ട, താരത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് വാറു വരത്തലയാ.
എന്താ എന്താ ഉണ്ടായത്? ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഏ ഓടിയത് അവൻ തന്നെയായിരിക്കും. ആര്? ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയത. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ പുഴകി തിന്നാൻ നീ വഴി എന്റെ സ്റ്റിക്കും ആ ക്യാപ്പ് കൊടുക്കണം. അപ്പോ വീണ്ടും തുടങ്ങിയല്ലേ സാർ, ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടി പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. ബെന്നി, അവനെ വിടാൻ മര്യാദക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, 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 എന്റെ റിവോൾവർ. ഓ, ഇങ്ങോട്ട് മാറി. എന്റെ അമ്മേ. ഇവനെന്നെ കണ്ണു കണ്ടുകൂടെ? ഇവൻ ഇവിടെ വെക്കണ്ടായിരുന്നു. ആ കള സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ട് ഓടിയത്? പണ്ട് കേരള ഓടിയത്. അയ്യോ, എന്റെ ഓട്ടോ വെക്കുന്നു പോണേ. പിടിക്കാന് വിട്ടോ, പറയാൻ വിട്ടോ. എന്റെ പണം നീ തട്ടി. നിന്റെ പണം മര്യാദയ്ക്ക് തരാം. നിന്റെ പണം മോണം. ഓനൊക്കെ പെട്ടിയിടാൻ നിനക്ക് എന്താ കാര്യം? ഈ പെട്ടിയില് തിരിച്ചേൽപ്പിക്കാതെ എനിക്ക് എന്റെ പണം തട്ടിപ്പറിച്ചിട്ട് എന്നെ കള്ളനാ കൊല്ലണം. അങ്ങോട്ട് പോ. മര്യാദ കേറാനാ പറഞ്ഞത്.
പട്ടി വിടില്ലടാ നിന്നെ. നന്നാന്ന് വിചാരിച്ചാലും നീ ഒന്നും സമ്മതിക്കില്ലടാ. എടാ 5 കൊല്ലം ശരിക്കും അനുഭവിച്ചവനാടാ ഞാൻ. ഇനി നീ കാരണം ഒരു 5 കൊല്ലം ഇല്ല. വിടില്ലടാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ലടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റും. എനിക്കിതില് 1 ലക്ഷം രൂപ മതി. ബാക്കി താഴെ എടുത്തോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം. എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണോ വരാം. അതുവരെ എന്നെ തടയരുത് പ്ലീസ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള്